നമസ്കാരം മക്കളെ, സൂപ്പർ നോട്ട്സിൻ്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജോബിൻ ബാബു. നമ്മളിന്ന് RRB NDPCക്കും അതേപോലെ തന്നെ RRBക്ക് ആയിക്കോട്ടെ, അതേപോലെ തന്നെ SSCക്ക് ആയിക്കോട്ടെ, ഏത് എക്സാം ആയിക്കോട്ടെ, ഇനി ഈവൻ PSC ആയിക്കോട്ടെ, ഏത് എക്സാമുകളായാലും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിക്സിൽ നിന്നുള്ള ഒരു പോർഷനാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നൊരു ബേസിക് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ഏതൊരു പരീക്ഷകളായാലും ചോദിക്കാൻ സാധ്യതയുള്ള, നമ്മൾ തറവായിട്ട് പഠിച്ചു വെക്കേണ്ടുന്ന ഒരു അടിപൊളി ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ ഇന്ന് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിയണോ അതെല്ലാം നമ്മൾ ഇന്ന് എന്ത് ചെയ്യുക, ഒരു ബേസ് ആയിട്ട് വളരെ ബേസിക് ലെവലിൽ നിന്നുകൊണ്ട് ചില എക്സാമ്പിളൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് നമ്മളിന്ന് പഠിച്ച് വെടിപ്പാക്കി പോവാണ്. ഇവിടുന്ന് ഈ ഒരു ക്ലാസ്സിന് ശേഷം ഇനി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഡൗട്ട് ഉണ്ടാവരുത്. മുന്നോട്ട് നമ്മൾ എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് പല ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. മാത്രവുമല്ല, നമ്മുടെ പരീക്ഷകൾക്ക് പഠിക്കുന്ന, അതായത് നമ്മൾ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിക്കുന്ന മറ്റു പല ടോപ്പിക്കുകളിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ബേസ് ആയിട്ടുള്ള ഭാഗമാണ് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെടാ, അപ്പോൾ നമുക്ക് നേരെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നോക്കാം. ആദ്യം എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? അതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണ്. അതായത് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ആർക്കാണോ ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള ആളുകൾക്ക് എന്തൊക്കെയാണോ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, നിർമ്മിച്ച് നൽകുന്നതിനെ നമ്മൾ എന്തോ പറയാം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയാം. അതായത് ഒരു വ്യക്തിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കി ആ നീഡിനനുസരിച്ചിട്ട് അയാൾക്ക്, അപ്പോൾ നീഡ് ആവശ്യമാണ്, നീഡിനനുസരിച്ച് എന്ത് വേണം, ആവശ്യകതയ്ക്കനുസരിച്ച് ഡിസയർ വേണം, അല്ലേ? നമുക്ക് ഒരു താല്പര്യം ഉണ്ടാവണം. ഒരു ഗുഡ്സ് വാങ്ങിക്കണമെങ്കിൽ ആ ഗുഡ്സ് വാങ്ങണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടാവണം. അതേപോലെ തന്നെ ഈ നീഡും ഡിസയർ മാത്രം ഉണ്ടായാൽ പോരാ, നമുക്കതിനുള്ള എബിലിറ്റി വേണം, അല്ലേ? അത് പണം കൊടുത്ത് വാങ്ങാനായിട്ടുള്ള ഒരു എബിലിറ്റി ആവശ്യമാണ്, ക്യാഷ് പേ ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി ആവശ്യമാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം കൂടി ചേരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, ഒരു ഗുഡ്സ് വാങ്ങാനായിട്ട് താല്പര്യമുണ്ടാവുക. ആ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസിങ് യൂണിറ്റിനെയാണ് എന്തെന്ന് പറയുക, പ്രൊഡ്യൂസർ എന്ന് പറയുക, അല്ലേ? അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളെയാണ് പ്രൊഡ്യൂസർ എന്ന് പറയുക. പല ബിസിനസ് സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെ കൺസ്യൂം ചെയ്യുന്ന ആളുകളെ നമ്മൾ എന്തോ പറയാം, കൺസ്യൂം ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ കൺസ്യൂമേഴ്സ് എന്ന് പറയാം, അല്ലേ? അത് ഉപയോഗിക്കുന്ന ആളുകളെ കൺസ്യൂമേഴ്സ് എന്ന് പറയാം. ഇവിടെ ബേസിക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. കൺസ്യൂമർ ആൻഡ് കസ്റ്റമറും തമ്മിൽ വലിയൊരു ഡിഫറൻസ് കിടപ്പുണ്ട്. അത് പലർക്കും അറിയാത്തൊരു ഡിഫറൻസ് ആണ്, അല്ലെ? കൺസ്യൂമർ എന്താണ്, കസ്റ്റമർ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഡിഫറൻസ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? കൺസ്യൂമർ എന്ന് പറയുന്നത് സാധനങ്ങൾ വാങ്ങി, അല്ലേ? നമുക്ക് ആദ്യം കസ്റ്റമർ എന്താണെന്ന് നോക്കിയിട്ട് കൺസ്യൂമർ എന്താണെന്ന് നോക്കാം, കുറച്ചുകൂടി ബെറ്റർ അതാണ്. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ്സ് എന്ത് ചെയ്യുന്നു, കടയിൽ പോയിട്ട് എന്തെങ്കിലും ഒരു സാധനം, ഇപ്പോൾ പേനയാണെങ്കിൽ ആ പെന്ന് കടയിൽ പോയി വാങ്ങുന്നു. അങ്ങനെ കടയിൽ പോയി പെൻ വാങ്ങുന്ന എല്ലാ ആളുകളും കസ്റ്റമറാണ്. മനസ്സിലായോ? അതായത് ഞാൻ കടയിൽ പോയിട്ടൊരു പേന വാങ്ങി, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരായാലും അദ്ദേഹം കടയിൽ പോയിട്ടൊരു പേന വാങ്ങി. അങ്ങനെ കടയിൽ പോയിട്ടൊരു പേന വാങ്ങുന്ന എല്ലാ ആളുകളും കസ്റ്റമറാണ്. ഓക്കെ, ഈ പേന ഞാൻ വാങ്ങിയിട്ട് എൻ്റെ ഒരു സുഹൃത്തിന്, എൻ്റെ ഒരു കൂട്ടുകാരന് കൊണ്ടുപോയി കൊടുത്തു. ഓക്കെ, അപ്പോൾ അദ്ദേഹമാണല്ലോ ആ പെൻ ഉപയോഗിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി അദ്ദേഹമാണ് ആ പെൻ ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഉപയോഗിക്കുന്ന ഇദ്ദേഹമാണ് കൺസ്യൂമർ എന്ന് പറയുക. അദ്ദേഹമാണല്ലോ ഉപയോഗിച്ചത്. അപ്പോൾ ഒരു ഗുഡ്സ് വാങ്ങുന്ന ആൾ എന്താവണമെന്നില്ല, കൺസ്യൂമർ ആവണമെന്നില്ല. അത് വാങ്ങി ഉപയോഗിക്കുന്ന, ഫൈനൽ കൺസ്യൂം ചെയ്യുന്നത് ആരാണോ, അങ്ങനെ കൺസ്യൂം ചെയ്യുന്ന ആളെയാണ് നമുക്ക് എന്തോ പറയാൻ കഴിയുക, കൺസ്യൂമർ എന്ന് പറയാൻ കഴിയുക. അപ്പോൾ കസ്റ്റമറും കൺസ്യൂമറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സാധനം വാങ്ങുന്ന ആളുകൾ കസ്റ്റമറാണ്. പക്ഷേ സാധനം വാങ്ങി എല്ലാവരും അത് ഉപയോഗിക്കണമെന്നില്ല. അപ്പോൾ സാധനം വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളാണ് എന്തെന്ന് പറയുക, കൺസ്യൂമർ എന്ന് പറയുക. ഉപയോഗിക്കുന്ന ആളുകളെയാണ് കൺസ്യൂമർ എന്ന് പറയുക. അപ്പോൾ കസ്റ്റമറും കൺസ്യൂമറും തമ്മിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ശരി, നമുക്ക് ഇനിയും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാൻ സാധിക്കും. അപ്പോൾ എന്താണ് കസ്റ്റമർ, കൺസ്യൂമർ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശ ധാരണയായിട്ടുണ്ട്. ശരി, നോക്കിക്കടാ. ഇനി ഇവിടെ ഒരു പ്രൊഡക്ഷൻ നടത്താനായിട്ട് പ്രൊഡ്യൂസിങ് യൂണിറ്റിന് പ്രൊഡക്ഷൻ നടത്താനായിട്ട് പ്രൊഡ്യൂസർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ്?
ഏറ്റവും മെയിൻ ആയിട്ട് ആവശ്യമായിട്ടുള്ള, അതായത് പ്രൊഡക്ഷൻ നടത്താൻ ഒരു പ്രൊഡ്യൂസർക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ആവശ്യമായ ഘടകങ്ങളെയാണ് എന്ത് പറയുക, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുക. കിട്ടിയോ? അതായത് ഒരു പ്രൊഡക്ഷൻ നടത്താൻ ഒരു പ്രൊഡ്യൂസർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണോ ആ ആവശ്യമായ കാര്യങ്ങളെയാണ് മക്കളെ നമ്മൾ എന്തോ പറയുന്നത്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുക. അപ്പോൾ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുക. 4 എണ്ണമുണ്ട്. ഒന്നാമത്തത് ലാൻഡാണ്, രണ്ടാമത്തത് ലേബറാണ്, മൂന്നാമത്തത് ക്യാപിറ്റലാണ്, നാലാമത്തത് ഓൺട്രപ്രണറാണ്. ശരി, ഏതൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ലാൻഡ് അല്ലേ, ലാൻഡ്. മക്കളെ, ലാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഗുഡ്സ്, നമ്മളിപ്പോൾ ഒരു ചെരുപ്പ് നിർമ്മിക്കുന്ന കടയാണ് അല്ലേ, ചെരുപ്പ് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയാണ് ഉണ്ടാക്കാനായിട്ട് പോവുക. അപ്പോൾ ആ ചെരുപ്പ് നിർമ്മിക്കുന്ന ഫാക്ടറിക്ക് സിറ്റുവേറ്റ് ചെയ്യാനായിട്ട് സ്ഥലം ആവശ്യമല്ലേ? ആ സിറ്റുവേറ്റ് ചെയ്യാനായിട്ടിരിക്കുന്ന സ്ഥലത്തെ നമുക്ക് ലാൻഡ് എന്ന് വിളിക്കുക. ഓക്കെ, ലാൻഡിൻ്റെ ഭാഗമാണ്. ഇനി ഇത് മാത്രമാണോ ലാൻഡ്? അല്ല, ഇത് മാത്രമല്ല ലാൻഡ്. പിന്നെ എന്താണ്? റോ മെറ്റീരിയൽസ് വേണ്ടേ? റോ മെറ്റീരിയൽസ്, അതായത് ഈ പ്രൊഡക്ഷൻ നടത്താനായിട്ട് ഒരുപാട് റോ മെറ്റീരിയൽസ് ഒക്കെ ആവശ്യമാണ്. അപ്പോൾ അതും ലാൻഡിൻ്റെ ഭാഗം. അതായത് റിസോഴ്സസിനെ കൂടി നമുക്ക് എന്ത് പറയാം, ലാൻഡിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പോൾ ലാൻഡ് എന്താണെന്ന് മനസ്സിലായി. ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പ്രൊഡക്ഷൻ നടത്താനായിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട ഒരു പ്ലാറ്റ്ഫോം അല്ലെ, ആ ഒരു സ്ഥലത്തെ നമുക്ക് ലാൻഡ് എന്ന് പറയാം. റിസോഴ്സസിനെ മുഴുവനായിട്ട് നമുക്ക് ലാൻഡ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ഇനി രണ്ടാമത്തത് ലേബറാണ്. അതായത് ഒരു ലാൻഡായി നമുക്കൊരു ചെരുപ്പ് നിർമ്മിക്കുന്ന കടയാണ് വേണ്ടത്, അപ്പോൾ ഒരു ഫാക്ടറിയാണ് വേണ്ടത്. ആ ഫാക്ടറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ലാൻഡൊക്കെ ആയി, റിസോഴ്സസ് ഒക്കെ ആയി. പക്ഷെ മക്കളെ, അവിടെ പണിയെടുക്കാൻ ആൾ വേണ്ടേ? പണിയെടുക്കാൻ ആളുണ്ടെങ്കിലല്ലേ അവിടുത്തെ മെഷീനുകളായാലും അല്ലെങ്കിൽ മറ്റ് ഈ റിസോഴ്സുകളായാലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ലേബർ വേണം, തൊഴിലാളികൾ വേണം. അപ്പോൾ അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത്, രണ്ടാമത്തെ റിസോഴ്സ് എന്ന് പറയുന്നത് ലേബറാണ് അല്ലേ, ലേബറാണ്. അപ്പോൾ ലേബർ ഉണ്ടെങ്കിലേ അവിടെ എന്ത് നടക്കത്തുള്ളൂ, പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കത്തുള്ളൂ. അവരുണ്ടെങ്കിൽ മാത്രമേ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പോവുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലേബറാണ്. ദെൻ മൂന്നാമത്തത് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ, അതായത് ലാൻഡും ലേബറും ഉണ്ടായാലും കാര്യമില്ല അല്ലേ, അവിടെ ക്യാപിറ്റൽ വേണം, അതായത് മെഷീനറീസ് വേണം, അവിടെ പ്രൊഡക്ഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള മെഷീൻസ് വേണം. അതേപോലെ തന്നെ ക്യാഷ് വേണം അല്ലേ, ക്യാഷ് വേണം. അവിടെ മെഷീൻസ് വാങ്ങാനായിട്ടാണെങ്കിലും തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനായിട്ടാണെങ്കിലും മറ്റുള്ള പല ആവശ്യങ്ങൾക്കായിട്ടും ക്യാഷ് വേണം. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ലാൻഡായി, അതേപോലെ തന്നെ ലേബറായി, അതേപോലെ തന്നെ ക്യാപിറ്റലായി. നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട, അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സത്യത്തിൽ ഇത് അവസാനത്തേതെന്നല്ല പറയേണ്ടത്, ഇതുണ്ടെങ്കിലേ ബാക്കിയുള്ള മൂന്നും ഉണ്ടാവുകയുള്ളൂ. അതിനെയാണ് ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഓർഗനൈസർ എന്ന് പറയും, ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓർഗനൈസർ എന്ന് പറയും. അതായത് ഈ കാര്യങ്ങളെല്ലാം, ലാൻഡ് ആയിക്കോട്ടെ, ലേബർ ആയിക്കോട്ടെ, അതേപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ ആയിക്കോട്ടെ, ഇതിനെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി കോർഡിനേറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്യുന്നത് ആരായിരിക്കും? അത് ഈ ഓർഗനൈസർ ആയിരിക്കും അല്ലേ. അതിൻ്റെ മുതലാളി എന്നൊക്കെ പറയാൻ കഴിയുന്ന അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ നമുക്ക് എന്താ പറയാം, ഓർഗനൈസർ എന്ന് പറയാം. അപ്പോൾ ഈ 3 പേര് ചേരുമ്പോഴാണ് മക്കളെ എന്തോ ആകുന്നത്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആകുന്നത്. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി മൊത്തത്തിലൊന്ന് ചുരുക്കി പറയാം മക്കളെ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്ത് ചെയ്യും, കാര്യങ്ങളെല്ലാം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി മൊത്തത്തിലൊന്ന് എന്ത് ചെയ്യാം, ചുരുക്കി പറയാമേ. ശ്രദ്ധിച്ചിരുന്നോണേ. ഓക്കെ, നോക്കിയോ. അതായത് നമ്മൾ പറഞ്ഞു ഒരു പ്രൊഡക്ഷൻ നടത്താനായിട്ട് ഒരു പ്രൊഡ്യൂസറിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെ നമുക്ക് എന്തോ പറയാനായിട്ട് സാധിക്കും, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണെന്നാണ് പഠിക്കുന്നത്. നമ്മളൊരു കഥ പോലെ പറഞ്ഞു വന്നു. ചെരുപ്പ് നിർമ്മിക്കുന്ന ഒരു കട, ചെരുപ്പ് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി. ആ ഫാക്ടറിക്ക് ഒരു സ്ഥലം വേണം, അത് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു സ്ഥലം വേണം. അതിന് ഒരുപാട് റിസോഴ്സസ് ആവശ്യമാണ്. ലാൻഡ് എന്ന് പറയുന്ന ഒന്നാമത്തെ ഫാക്ടറി കിട്ടി. ഇതുണ്ടെങ്കിലേ ബേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 2 എന്താണ്, ലേബറാണ്. ലാൻഡ് ഉണ്ടായിട്ട് കാര്യമില്ല, അവിടെ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള തൊഴിലാളികൾ വേണം. അതാണ് ലേബർ. തൊഴിലാളികളെ നമുക്ക് എന്തോ പറയാം, ലേബർ എന്ന് പറയാം. മൂന്നാമത്തത് ക്യാപിറ്റലാണ്. അതായത് ഇവിടെ ലാൻഡ് ഉണ്ടായിട്ടും അതേപോലെ തന്നെ ലേബർ തൊഴിലാളികൾ ഉണ്ടായിട്ടും കാര്യമില്ല, അവർക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെഷീനറീസ് വേണം, ക്യാഷ് വേണം, ഡെവലപ്മെൻറ്റ്സിന് ക്യാഷ് വേണം. അപ്പോൾ ക്യാപിറ്റൽ മൂന്നാമത്തേതായി. ഇനി ഇത് 3 ഉണ്ടായിട്ട് കാര്യമില്ല.
ഇത് മൂന്നും ഉണ്ടായിട്ട് കാര്യമില്ല മക്കളെ. ആര് വേണം മക്കളെ? നാലാമതായിട്ട് ഒരാൾ വേണം, ഓർഗനൈസർ അല്ലെങ്കിൽ ഓൺട്രപ്രനർ എന്ന് പറയാം. നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനെ മുന്നോട്ട് നയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഓർഗനൈസർ ആവശ്യമാണ്. അദ്ദേഹമാണ് ബാക്കിയുള്ള 3 കാര്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്തൊരു സക്സസ്ഫുൾ ബിസിനസ്സാക്കി ആ ചെരുപ്പ് നിർമ്മാണത്തെ മാറ്റുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം 4 കാര്യങ്ങൾ സെറ്റാണ്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസർ. ഈ 4 കാര്യങ്ങളും സെറ്റാണ്. നോക്കിക്കടാ, ഇവിടെ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർഷിപ്പ്. ഈ 4 കാര്യങ്ങളാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളൊന്ന് നോക്കിയേ. ഇറ്റ് ഈസ് എ ബ്രോഡ് ടേം ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ നാച്ചുറൽ റിസോഴ്സസ്. ഞാൻ പറഞ്ഞില്ലേ, നാച്ചുറൽ റിസോഴ്സസിനെ മുഴുവനാക്കി നമുക്ക് എന്തെന്ന് പറയാം? നാച്ചുറൽ റിസോഴ്സസിനെ മുഴുവനാക്കി നമുക്ക് എന്തെന്ന് പറയാം? ഈ പറയുന്ന ലാൻഡ് എന്ന് പറയാം. അവിടെ ലാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ സ്ഥലം മാത്രമല്ല, മറ്റെല്ലാ റിസോഴ്സസുകളെയും നാച്ചുറലായിട്ട്, അതായത് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ റിസോഴ്സസുകളെയും നമുക്ക് എന്തോ പറയാടെ? ലാൻഡ് എന്ന് പറയാം. അതിനകത്ത് റിന്യൂവബിൾ, നമുക്ക് വീണ്ടും പുനർനിർമ്മിക്കാൻ കഴിയുന്നതും നോൺ റിന്യൂവബിൾ, പുനർനിർമ്മിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള എന്തുണ്ട്? വിഭവങ്ങൾ അതിനകത്തിൽ ഇൻക്ലൂഡഡ് ആണ്. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് മക്കൾ ഇവിടെ പറയുന്നത്, ഏർണിംഗ് ഇൻ ദ ഫോം ഓഫ് റെന്റ്. അതായത് ലാൻഡിൻ്റെ റിട്ടേൺ എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് റിട്ടേൺ പഠിക്കാനുണ്ട്. അതിൽ ലാൻഡിൻ്റെ റിട്ടേൺ എന്താണെന്ന് ചോദിച്ചാൽ, ലാൻഡിൻ്റെ റിട്ടേൺ റെൻ്റ് ആണ്. കിട്ടിയോ? ലാൻഡിന് റെൻ്റല്ലേ കൊടുക്കുന്നത്. ഇപ്പം ഒരു സ്ഥലം, ആ സ്ഥലം നമ്മൾ എന്ത് ചെയ്തു? റെൻറ്റിനെടുത്തു, ലീസിനെടുത്താണ് ബിസിനസ് നടത്തുന്നത്. അപ്പോൾ അതിന് ഉറപ്പായിട്ടും റെൻറ്റ് കൊടുക്കേണ്ടി വരത്തില്ലേ? വേണം. അപ്പോൾ ലാൻഡിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് റെൻ്റ് ആയിരിക്കും. അടുത്ത് നോക്കിയാൽ ലേബറാണ്. രണ്ടാമത്തെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ലേബറാണ്. ലേബർ എന്ന് പറഞ്ഞാൽ ഫിസിക്കലും മെൻ്റലുമായിട്ടുള്ള എഫോർട്ടാണ് അല്ലേ? ഫിസിക്കലായിട്ടുള്ള അതേപോലെ തന്നെ മെൻ്റൽ ആയിട്ടുള്ള എഫോർട്ടിനെയാണ് മക്കളെ നമ്മൾ എന്തോ പറയുക? ലേബർ എന്ന് പറയുക. അതിനകത്ത് സ്കിൽഡ് ആയിട്ടുള്ള ആളുകളും അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകളും ഒക്കെ ഉണ്ടാവും. ഇനിയും ഇതിൻ്റെ റിട്ടേൺ എന്താണ്? വേജ് ആണ്. ഇതിൻ്റെ റിട്ടേൺ വേജ് ആണ്. അതായത് ലേബറിൻ്റെ റിട്ടേൺ എന്താണെന്ന് ചോദിച്ചാൽ, ലേബറിൻ്റെ റിട്ടേൺ വേജ് ആണ്. അതായത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്തോ കൊടുക്കണം? കൂലി കൊടുക്കണം അല്ലേ? ജോലി ചെയ്യുന്നു, ആ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൂലി കൊടുക്കണം. അപ്പോൾ ലേബറിൻ്റെ റിട്ടേൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേജ് ആണെന്ന് പറയാം. ഇനി നോക്കിയാൽ മൂന്നാമത്തേത് ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനം റൺ ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ അവിടെ എന്ത് വേണം? ഇവിടെ പണം വേണം, അതേപോലെ തന്നെ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനം റൺ ചെയ്തുകൊണ്ട് പോകാൻ ആവശ്യമായിട്ടുള്ള മൂലധനമാണ് അല്ലേ? അവിടെ അപ്പം ചിലപ്പം മെഷീൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഉണ്ടാവാം. അതെല്ലാം ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നു. ദെൻ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് അല്ലേ? പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്, ഗുഡ്സിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് മക്കൾ നമ്മൾ എന്തോ പറയുക? ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുക. കിട്ടിയോ? അപ്പോൾ ഒരു ഫർദർ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള ഗുഡ്സിനെ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയാം. ഇതിൻ്റെ ഏണിംഗ് എന്താണ്? ഇൻട്രസ്റ്റ് ആണ്. അതായത് ക്യാപിറ്റലിൻ്റെ ഏണിംഗ് എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ റിട്ടേൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൻട്രസ്റ്റ് ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്തു? പണം നമ്മൾ എന്ത് ചെയ്തു? കടമായിട്ട് പണം എടുത്തു എന്ന് വിചാരിച്ചോ അല്ലേ? കടമായിട്ട് പണം എടുത്തു എന്ന് വിചാരിച്ചോ. അങ്ങനെ കടമായിട്ട് പണം എടുക്കുന്നുണ്ടെങ്കിൽ ആ കടത്തിന് നമ്മൾ എന്ത് കൊടുക്കണം? ഇപ്പോൾ ലോണായിട്ട് ബിസിനസ് സ്ഥാപനത്തിൽ നമ്മുടെ ഒരു ബാങ്കിൽ പോയിട്ട് ലോൺ എടുത്തു. ആ ലോൺ എടുക്കുമ്പോൾ ആ ലോണിന് നമ്മൾ എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് തിരിച്ചടയ്ക്കണ്ടേ? അപ്പോൾ നമ്മളൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങിയത് ലോൺ എടുത്തിട്ടാണ്. ആ ലോൺ എടുത്തിട്ട് തുടങ്ങിയപ്പോൾ അതിന് റിട്ടേൺ ആയിട്ട് എന്തോ കൊടുത്തു? ഇൻട്രസ്റ്റ് കൊടുത്തു. അപ്പോൾ ക്യാപിറ്റലിൻ്റെ റിട്ടേൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയാം. മനസ്സിലായില്ലേ? അടുത്ത് നോക്കിയാൽ ഓൺട്രപ്രണർഷിപ്പ് ആണല്ലേ? അടുത്തത് ഓൺട്രപ്രണർഷിപ്പ് ആണ്, സംരംഭകത്വം അല്ലേ? ഒരു ഓർഗനൈസ് ചെയ്യുന്ന വ്യക്തി. അതായത് ദിസ് ഫാക്ടർ കളക്ട്സ്, കൺട്രോൾ, മാനേജ് ഓൾ other factors of production to come up with the പ്രൊഡക്റ്റ് ഓർ സർവീസ്. അതായത് ഒരു പ്രൊഡക്റ്റോ സർവീസോ ആയിട്ട് ഇത് മാർക്കറ്റിലേക്ക് ഇറങ്ങണമെങ്കിൽ ഇതിനെല്ലാം കൂടി കൺട്രോൾ ചെയ്യുന്ന, ഈ കാര്യങ്ങളെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടാവണം. ആ കോൺസെപ്റ്റാണ് മക്കളെ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുക, അല്ലെ ഓർഗനൈസർ എന്ന് പറയുക. ഇദ്ദേഹത്തിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് അറിയാമോ? ഇദ്ദേഹത്തിൻ്റെ ബെനിഫിറ്റ് പ്രോഫിറ്റ് ആണ്. അതായത് ഒരു ഓർഗനൈസർക്ക് ലഭിക്കുന്ന റിട്ടേൺ എന്താണെന്ന് ചോദിച്ചാൽ പ്രോഫിറ്റ് ആണ്. ഇനി പ്രോഫിറ്റ് മാത്രമുള്ളൂടെ? അല്ല, ലോസും ഉണ്ടല്ലേ? അതായത് നഷ്ടമുണ്ടായാലും ആര് വഹിക്കണം? ഓർഗനൈസർ വഹിക്കണം. ലാൻഡ് വഹിക്കുമോ? ഇല്ല. അതേപോലെ തന്നെ ക്യാപിറ്റൽ വഹിക്കുമോ? ഇല്ല. ഇനി ലേബർ വഹിക്കുമോ? ഇല്ല. അപ്പോൾ ഈ പറയുന്ന ലാൻഡ് ആയാലും ലേബർ ആയാലും ക്യാപിറ്റൽ ആയാലും ഇതിനെല്ലാം കൂടി ഒരുമിപ്പിച്ച് കൊണ്ടുപോയി ഒരു ഔട്ട്പുട്ട് ലഭിക്കുമ്പോൾ ഔട്ട്പുട്ടിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും അതാര് വഹിച്ചോണം മക്കളെ? അത് വഹിക്കേണ്ടത് ഒരാളേ ഉള്ളൂ, അത് ഓർഗനൈസർ ആണ്. ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ഒരൊറ്റയാൾ വഹിക്കണം. അദ്ദേഹത്തിൻ്റെ പേരാണ് മക്കളെ ഓർഗനൈസർ. സെറ്റല്ലടാ? റെഡിയല്ലേ? അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഇനി ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി പഠിക്കാൻ കഴിയുന്ന ഒരു ടോപ്പിക്കാണ് സർക്കുലാർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. എന്താണ് സർക്കുലാർ ഫ്ലോ ഓഫ് ഇൻകം? അതായത് ഇൻകത്തിൻ്റെ ഫ്ലോ എങ്ങനെയാണ്?
ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു ടോപ്പിക്കാണ് ഇൻകത്തിൻ്റെ, നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഫ്ലോ എങ്ങനെയാണ്. മക്കളെ നോക്കിക്കടാ, ഇവിടെ 2 സെക്ടർ, 2 സെക്ടർ ഇക്കോണമിയാണ് നമ്മൾ പഠിക്കുന്നത്. സെക്ടർ ഇക്കോണമിയിലെ 2 സെക്ടർ, അതിലൊന്ന് പ്രൊഡ്യൂസിങ് സെക്ടറും, അതായത് പ്രൊഡ്യൂസറും, 2 ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ കൺസ്യൂമർ സെക്ടറും, അല്ലെ കൺസ്യൂമറും, അല്ലെങ്കിൽ പ്രൊഡ്യൂസിങ് സെക്ടർ ഉണ്ടാവും, പ്രൊഡ്യൂസിങ് യൂണിറ്റ് ഉണ്ടാവും, ദെൻ ഹൗസ് ഹോൾഡ് യൂണിറ്റും ഉണ്ടാവും. ഈ 2 ആളുകളേ ഉള്ളൂ. ഇനിയും ഗവൺമെൻറ് വരുന്ന സെക്ടർ ഉണ്ട്, എക്സ്റ്റേണൽ സെക്ടർ വരുന്ന ഭാഗമൊക്കെ ഉണ്ട്. അത് 3 സെക്ടർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് പഠിക്കാൻ കഴിയും. നമ്മൾ അതൊന്നും ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടെ ഗവൺമെൻറ് ഇല്ല, ഗവൺമെൻറ് നമ്മൾ ടാക്സ് കൊടുക്കുന്നില്ല, അതൊന്നും നമ്മളിവിടെ പഠിക്കുന്നില്ല. നമുക്കിവിടെ 2 ആളുകൾ മതി. ഒന്ന് പ്രൊഡ്യൂസർ, 2 കൺസ്യൂമർ. ഓക്കെ, പ്രൊഡ്യൂസറും കൺസ്യൂമർ. നോക്കിയടാ, ഒരു ഫാക്ടർ മാർക്കറ്റിൽ 2 ആളുകളുണ്ട്. ഇവിടെ ഒന്നുള്ളത് ആരാണ്? ഇവിടെ ഒന്നുള്ളത് ഫേം ഓർ പ്രൊഡ്യൂസിങ് സെക്ടറാണ്, അല്ലെ, പ്രൊഡക്ഷൻ നടത്തുന്ന വ്യക്തികൾ. 2 ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ കൺസ്യൂമർ സെക്ടറാണ്, ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ കൺസ്യൂമർ സെക്ടറാണ്. നോക്കിക്കടാ, ഈ കൺസ്യൂമർ സെക്ടർ ഉണ്ടല്ലോ, ഈ കിടക്കുന്ന കൺസ്യൂമർ സെക്ടർ, ഈ കൺസ്യൂമർ സെക്ടറാണ് എല്ലാ തരത്തിലുള്ള, അതായത് ഹൗസ് ഹോൾഡ് സെക്ടർ, കൺസ്യൂമർ സെക്ടർ മറ്റൊരു പേര് ഹൗസ് ഹോൾഡ് സെക്ടറാണ്. പ്രൊഡക്ഷൻ യൂണിറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനും നൽകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഹൗസ് ഹോൾഡാണ്. കിട്ടിയോ? അതായത് ഈ പറയുന്ന പ്രൊഡക്ഷൻ യൂണിറ്റിന് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള ലാൻഡ് വേണം, അതേപോലെ തന്നെ ക്യാപിറ്റൽ വേണം, അതേപോലെ തന്നെ ലേബർ വേണം, അതേപോലെ തന്നെ ഓർഗനൈസർ. ഈ പറയുന്ന 4 കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിരിക്കുന്നത് എവിടെയാണ്? ഹൗസ് ഹോൾഡിലാണ്. ഹൗസ് ഹോൾഡാണ് ഈ പറയുന്ന പ്രൊഡക്ഷൻ യൂണിറ്റിന് ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊടുക്കുന്നത്. അതാണ് മക്കളെ ദാണ്ട് ഇവിടെ ഇങ്ങനെ വരച്ചിട്ടേക്കുന്നത്. നോക്കിയടാ, നോക്കിയേ, ഇവരെന്ത് ചെയ്യുന്നു? ദാണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഫാക്ടേഴ്സ് സർവീസസ്, അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രൈസ്, ഈ കാര്യങ്ങളൊക്കെ ആർക്ക് കൊടുക്കുന്നു? ഫാമിന് കൊടുക്കുന്നു. അപ്പം ഹൗസ് ഹോൾഡ് ഈ പറയുന്ന ലാൻഡ് ആയിക്കോട്ടെ, ലേബർ ആയിക്കോട്ടെ, ക്യാപിറ്റൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓർഗനൈസർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ ഫേമിന് കൊടുക്കുന്ന, അല്ലെങ്കിൽ പ്രൊഡ്യൂസിങ് സെക്ടറിന് കൊടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കി പറയാതെ അത് ഹൗസ് ഹോൾഡ് ആണ്. കാരണം ഇപ്പം നോക്കിക്കടാ, ലാൻഡ് എന്ന് പറയുന്ന ആ ഒരു സംഗതിയെ മാത്രം എടുക്കാം. ഇപ്പം ലാൻഡ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഹൗസ് ഹോൾഡിൻ്റെ ഭാഗമായിരിക്കും, അല്ലേ? ഹൗസ് ഹോൾഡിൻ്റെ ഭാഗമായിട്ടായിരിക്കും ലാൻഡ് വരിക. അതേപോലെ തന്നെ ക്യാപിറ്റൽ, അതൊക്കെ ഹൗസ് ഹോൾഡിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളല്ലേ ക്യാപിറ്റലൊക്കെ കൊടുക്കുക. ഇപ്പം ലേബർ എന്ന് പറയുന്ന വ്യക്തികളാണ്, അത് ഹൗസ് ഹോൾഡിൻ്റെ ഭാഗമാണ്, ഒരു വീടിൻ്റെ ഭാഗമാണ്, ഹൗസ് ഹോൾഡിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ, ഓർഗനൈസർ ഹൗസ് ഹോൾഡിൻ്റെ ഭാഗമാണ്, അത് നൽകുന്ന ഈ ഓരോ കാര്യങ്ങളും നൽകുന്നത് ആരായിരിക്കും? ഹൗസ് ഹോൾഡ് ആയിരിക്കും. ഇത് ഹൗസ് ഹോൾഡ് നൽകുമ്പോൾ ഹൗസ് ഹോൾഡ് അതിന് എന്തോ ചെയ്യൂടെ? ഫാക്ടർ പേയ്മെൻറ്റ് തിരിച്ചു കൊടുക്കും, അല്ലേ? ഹൗസ് ഹോൾഡിന് നമ്മുടെ പ്രൊഡ്യൂസിങ് യൂണിറ്റ് ഫാക്ടർ പേയ്മെൻറ്റ് തിരിച്ചു കൊടുക്കും. എങ്ങനെയാണ് കൊടുക്കുന്നത്? നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ലാൻഡ് ആണെങ്കിൽ റെന്റ് കൊടുക്കും, ലേബർ ആണെങ്കിൽ വേജസ് കൊടുക്കും, ക്യാപിറ്റൽ ആണെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കും, ദെൻ എൻ്റർപ്രൈസ് ആണെങ്കിൽ എന്ത് കൊടുക്കും? പ്രോഫിറ്റ് കൊടുക്കും, അല്ലേ? ഇത് തിരിച്ചു കൊടുക്കുന്ന ആരാണ്? ഈ പറയുന്ന ഫേമാണ് തിരിച്ചു കൊടുക്കുന്നത്. അതായത് പ്രൊഡ്യൂസിങ് യൂണിറ്റ് ആണ് തിരിച്ചു കൊടുക്കുന്നത്. അതായത് ഈ ഹൗസ് ഹോൾഡ് കൊടുക്കുന്ന ലാൻഡും ലേബറും ക്യാപിറ്റലും എൻ്റർപ്രൈസും വെച്ചുകൊണ്ട് ഇവരെന്ത് ചെയ്യും? പ്രൊഡക്ഷൻ നടത്തി മാർക്കറ്റിലേക്ക് സാധനങ്ങൾ ഇറക്കും. അങ്ങനെ ലാൻഡ് കൊടുക്കുമ്പോൾ അതിന് റെൻറ്റ് കൊടുത്തുകൊണ്ടേയിരിക്കും ആര്? പ്രൊഡ്യൂസിങ് യൂണിറ്റ്. ലേബർ കൊടുക്കുമ്പോൾ വേജ് തിരിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. ദെൻ ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ കൊടുക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടേയിരിക്കും. ദെൻ അങ്ങനെ പ്രൊഡക്ഷൻ നടത്തി ഓർഗനൈസർക്ക് എന്തോ കൊടുക്കും? പ്രോഫിറ്റ് കൊടുത്തുകൊണ്ടേയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. സെറ്റല്ലടാ? അപ്പോൾ സർക്കുലർ ഫ്ലോ എങ്ങനെ നടക്കുന്നത്? ഹൗസ് ഹോൾഡ് എന്തോ കൊടുക്കും? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നേരെ പ്രൊഡ്യൂസിങ് യൂണിറ്റിന് കൊടുക്കും. പ്രൊഡ്യൂസിങ് യൂണിറ്റ് അതിനുള്ള റിട്ടേൺ തിരിച്ച് കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്യും. ഇനിയും ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വെച്ചിട്ട് ഇവർ പ്രൊഡക്ഷൻ നടത്തുമെന്ന് പറഞ്ഞില്ലേ? ഫേം പ്രൊഡക്ഷൻ നടത്തുമെന്ന് പറഞ്ഞില്ലേ? അതായത് ഹൗസ് ഹോൾഡ് കൊടുക്കുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് വെച്ചിട്ട് ഫേം എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ നടത്തും. അങ്ങനെ ഫേം പ്രൊഡക്ഷൻ നടത്തി ഗുഡ്സും സർവീസസുമായിട്ട് മാർക്കറ്റിലോട്ട് ഇറക്കുമല്ലോ. അങ്ങനെ ഗുഡ്സും സർവീസുമായി മാർക്കറ്റിലോട്ട് ഇറക്കിയാൽ ഈ പ്രൊഡക്റ്റ് ആരാണ് വാങ്ങുന്നത്? നമ്മൾ ഓരോരുത്തരുമാണ്. അതായത് ഹൗസ് ഹോൾഡിൻ്റെ ഭാഗം തന്നെയാണ് വാങ്ങുന്നത്, ഹൗസ് ഹോൾഡ് തന്നെയാണ് വാങ്ങുന്നത്. അതുകൊണ്ടാണ് അതിനെ എന്തോ പറഞ്ഞത്? കൺസ്യൂമർ സെക്ടർ, അല്ലെ? കൺസ്യൂമർ സെക്ടർ എന്ന് പറഞ്ഞത്, അല്ലെ? കൺസ്യൂമർ യൂണിറ്റ് എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാ? ഇത് ഉപയോഗിക്കുന്നത് ഓരോ ഹൗസ് ഹോൾഡിലെയും മെമ്പറാണ്. അപ്പോൾ ഈ സാധനങ്ങൾ വാങ്ങുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഹൗസ് ഹോൾഡിലെ മെമ്പേഴ്സാണ്. അങ്ങനെ ഹൗസ് ഹോൾഡിലെ മെമ്പേഴ്സ് ഈ സാധനങ്ങൾ വാങ്ങുന്നു. അങ്ങനെ സാധനങ്ങൾ വാങ്ങുമ്പോൾ അത് കൺസ്യൂം ചെയ്തതിന് ഒരു എക്സ്പെൻഡിച്ചർ, അതായത് ഈ പറയുന്ന ഫേം പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ഒരു എക്സ്പെൻഡിച്ചർ ആര് വാങ്ങും? അല്ലെങ്കിൽ ആര് തിരിച്ചെടുക്കും? ഈ പറയുന്ന ഫേം കൺസ്യൂമർ യൂണിറ്റിൻ്റെ തിരിച്ചെടുക്കും. അങ്ങനെ ഒരു പ്രൈസ് അതിനെയാണ് മക്കളെ നമ്മൾ എന്തോ പറയുന്നത്? പ്രൈസ് എന്ന് പറയുന്നത്.
അതിനെയാണ് വില, പ്രൈസ് എന്ന് പറയുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസസിന് പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അതേപോലെ തന്നെ ടാക്സ്, ഇവിടെ ടാക്സ് നമ്മൾ കൂട്ടുന്നില്ല, പ്രോഫിറ്റും കാര്യങ്ങളും എല്ലാം കൂടി അതിൻ്റെ റിട്ടേൺ എല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒരു വില നിശ്ചയിക്കും. ആ വിലയാണ് ഹൗസ് ഹോൾഡിൽ നിന്ന് ആര് വാങ്ങുന്നത്? ഈ പറയുന്ന ഫേം വാങ്ങുന്നത്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഹൗസ് ഹോൾഡ് സാധനങ്ങൾ കൊടുക്കും, അത് വെച്ച് പ്രൊഡക്ഷൻ നടത്തും, അതിനൊരു പ്രൈസ് കൺസ്യൂമർ കൊടുക്കും, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ റിട്ടേൺ ആര് കൊടുക്കും? ആ പ്രൊഡ്യൂസിങ് യൂണിറ്റ് ഹൗസ് ഹോൾഡിന് കൊടുക്കും. ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് നടന്നുകൊണ്ടേയിരിക്കും. ഇതിനെയാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിനകത്തിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക? നമ്മളോട് ചോദിക്കാം ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അല്ലേ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അതിൻ്റെ റിട്ടേൺ ഏതൊക്കെയാണെന്ന് ചോദിക്കാം, അല്ലേ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ റിട്ടേൺ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ദെൻ ഇവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ലാൻഡ് അതേപോലെ തന്നെ ക്യാപിറ്റൽ, ഇതിനെ നമുക്ക് ഒരു കാറ്റഗറി ആക്കാം. അതേപോലെ തന്നെ ലേബറിനെയും ഓർഗനൈസേഷനെയും അല്ലെ ഓർഗനൈസറിനെയും നമുക്ക് ഒരു കാറ്റഗറി ആക്കാം. ഈ കാറ്റഗറിയാണ് മക്കളെ ഇൻആക്റ്റീവ് എന്ന് പറയുക, നിർജീവം. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ലേബറും ഓർഗനൈസേഷനും ആണെങ്കിൽ അവർ ആക്റ്റീവാണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. അതായത് ലേബറിന് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാം, ഇനിയും ഓർഗനൈസേഷന് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാം, ഒരു ഓർഗനൈസർ വ്യക്തിയല്ലേ. എന്നാൽ ലാൻഡിനോ ലേബറിനോ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ലാൻഡും ലേബറും ഉണ്ടെങ്കിലും ലേബറും ഓർഗനൈസേഷനും കൃത്യമായിട്ട് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ലാൻഡിനും ലേബറിനും എന്തെങ്കിലും പ്രൊഡക്ഷൻ നടത്താനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ആക്റ്റീവ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ലാൻഡും അതേപോലെ തന്നെ ലേബറും അതേപോലെ തന്നെ ഓർഗനൈസറുമാണ്. ഇനാക്റ്റീവ് നിർജീവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ എന്തോ പറയാൻ പറ്റും? നമുക്ക് ലാൻഡ് എന്നും ക്യാപിറ്റൽ എന്ന് പറയാൻ കഴിയും. ഇതിനെ നിഷ്ക്രിയം എന്ന് മലയാളത്തിൽ കൃത്യമായിട്ട് പറയാം, നിഷ്ക്രിയം എന്ന് പറയാം. ദെൻ ഇത് സക്രിയം, നിഷ്ക്രിയവും സക്രിയവും എന്ന് വേണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് കഴിയും. അപ്പോൾ ഏതാണ് ആക്റ്റീവ്, ഏതാണ് പാസീവ്, അല്ലെ ഓഡ് വൺ ഔട്ട് എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. വെറൈറ്റി ആയിട്ട് നമുക്ക് അങ്ങനെ വരാം. അപ്പോൾ ആ ചോദ്യങ്ങൾ വരാം. ദെൻ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൽ നിന്ന് പ്രൊഡക്ഷൻ യൂണിറ്റ് അതേപോലെ തന്നെ ഹൗസ് ഹോൾഡ് യൂണിറ്റ് ഇവർക്ക് വിലയുടെ കാര്യങ്ങൾ, അല്ലേ, റിട്ടേൺ എന്താണ് കിട്ടുന്നത്, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ അവിടുന്ന് നിങ്ങൾക്ക് ചോദിച്ചേക്കാം. അപ്പോൾ ഇത് കോൺസെപ്റ്റാണ്. ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് വെടിപ്പാണ്, സെറ്റാണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് RRB NDPCയുടെ അതായത് നമ്മുടെ എക്കണോമിക് സബ്ജക്റ്റിൻ്റെ GK സബ്ജക്റ്റിൽ നിന്ന് RRB NDPCക്ക് CBT 1ന് 40 മാർക്കും CBT 2ന് എത്ര മാർക്കാണ് ചോദിക്കുക? 50 മാർക്കുമാണ് ചോദിക്കുക. CBT 2ന് 50 മാർക്കുമാണ് ചോദിക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു ബാച്ച്, അതായത് ബാച്ച് 3 CBT 1ഉം CBT 2ഉം കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ബാച്ച് 3 ഇപ്പോൾ നമുക്ക് റണ്ണിങ് ആണ്. അതായത് സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ആപ്പിൽ റണ്ണിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. 200-ലധികം ഹവേഴ്സിൻ്റെ റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. അതിൻ്റെ നോട്ട്സ്, കാര്യങ്ങൾ, മോക്ക് ടെസ്റ്റുകൾ, PYQ എല്ലാം കാണും. ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചാൽ മതി. ആ നമ്പർ എന്താണ്? 8281223366. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും എന്ത് ചെയ്യും? നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഇതുപോലെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും മക്കളെ? പഠിച്ച് സെറ്റായിട്ട് പോകാനായിട്ട് സാധിക്കും. ഈ ആപ്പ് എങ്ങനെയാണ് നിങ്ങൾക്ക് കോഴ്സ് കിട്ടുകയെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ നമ്പറിലേക്ക് വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സൂപ്പർ നോട്ട്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. സൂപ്പർ നോട്ട്സിൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അതിനകത്തിൽ ഈ കിടന്ന RRB NDPCയുടെ ബാച്ച് 3 അതിൽ ലഭ്യമാണ്. 3350 രൂപയാണ് ഫീസ്. ആ ഫീസ് അടച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മാത്സും റീസണിങ്ങും മാത്രം മതി എന്നുള്ളവർക്ക് 1499 രൂപയുടെ ഒരു ബാച്ച് നിങ്ങൾക്ക് ലഭ്യമാണ്. അതേപോലെ ടെസ്റ്റ് സീരീസ് ആവശ്യമായവർക്ക് 250 രൂപയുടെ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ലഭ്യമാണ്. ഓക്കെ ആണേ? അപ്പം നന്നായിട്ട് പഠിച്ചോളുക, അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.